ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഒരു അടിപൊളി പാൻ കേക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 6 മുട്ട എടുത്തിട്ടുണ്ട്, പിന്നെ 1 കപ്പ് പാല്, പിന്നെ അതുപോലെ തന്നെ ഒരു പാക്കറ്റ് ബ്രെഡ് വേണം, പിന്നെ നമുക്ക് വേവിച്ച ചിക്കന്, പിന്നെ 3 സവാള, പച്ചമുളക്, പിന്നെ കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മല്ലിച്ചപ്പ്. അപ്പം നമുക്കിനി ഇതെങ്ങനെ മേക്ക് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അപ്പം ചൂടായി വന്നപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു സവാള ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഉപ്പ് ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ നമ്മുടെ മല്ലിച്ചപ്പ്. ഇനി ഇത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ നമ്മുടെ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നല്ല രീതിക്ക് മിക്സൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ഒരു ടീസ്പൂൺ നമ്മുടെ സോയ സോസ് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ച ചിക്കനും ഇതിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ മിക്സ് ഇതാണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലോട്ടേക്ക് നമ്മുടെ 6 മുട്ട ഒന്ന് പൊട്ടിച്ച് വയ്ക്കാം. അപ്പോൾ ഞാൻ പൊട്ടിച്ചൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ടേക്ക് നമ്മുടെ പാല് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും. അപ്പോൾ ഞാൻ നല്ല രീതിക്ക് തന്നെ അടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ബ്രെഡ് നമ്മുടെ ഈ ഒരു മിക്സിയിൽ നല്ല രീതിക്ക് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഞാൻ വീഡിയോയിൽ കാണുന്നത് പോലെ വെച്ച് കൊടുക്കുക. ഇതുപോലെ ഈ ഒരു പാൻ ഫില്ലാവുന്നത് വരെ വെച്ച് കൊടുക്കാം. പിന്നെ സങ്ങളാക്കിയിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു മസാല ഇതിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാ ഭാഗത്തോട്ടേക്ക് ഒന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മേലെ ഒരു ലെയറും കൂടെ ബ്രെഡ് ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി വന്ന ഈ ഒരു മുട്ടയുടെ മിക്സ് മുകളിലോട്ടേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ പാൻ കേക്ക്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ പാൻ കേക്ക്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാവുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.